നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ഫേമാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒക്കെ ഒരു വ്യക്തിയുടെ പേരിൽ മാത്രമായിട്ട് എടുക്കാതെ ഇരിക്കാം. ഇപ്പം പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഇനീഷ്യലി ഇതിന്റെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എഴുതണം, അതിന്റെ മുകളിൽ കമ്പനി പാൻ എടുക്കണം, എന്നിട്ടൊക്കെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഫേമിന്റെ പേരിൽ. അപ്പൊ അതിന് ഒരു എമൗണ്ട് സ്പെൻഡ് വരും. അപ്പൊ ഈ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഏതെങ്കിലും പാർട്ട്ണറുടെ പേരിൽ അപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുന്ന ഒരു പ്രവണത വരുന്നുണ്ട്. മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്താലുള്ള ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ, നാളെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് ഉണ്ടായി, ഇതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേമിന്റെ ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒരു വ്യക്തിയുടെ പേരിൽ മാത്രമായി പോകും. പിന്നെ മറ്റുള്ള ആളുകൾ ആ നെയിമിൽ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന എക്സാമിനേഷൻ റിപ്പോർട്ട് വരും. പിന്നെ നമ്മൾ തെളിയിക്കണം നമ്മൾ ഈ ഫേമിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ലീഗൽ ഡോക്യുമെന്റേഷനിലൊക്കെ ചിലപ്പോൾ നമ്മൾ പേര് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സിനാരിയോ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്, അല്ലെങ്കിൽ ഒന്ന് രണ്ട് വ്യക്തികൾ കൂടിയിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന്റെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ പാർട്ട്ണർഷിപ്പ് ഡീഡ് എഴുതിയതിന്റെ ശേഷം ആ ഫേമിന്റെ പേരിൽ മാത്രം നിങ്ങൾ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ കൊടുക്കുക.